ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്ന് ഞാൻ വേഗം പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഗായ്സ്. എപ്പോഴും ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ടാണ് പോകില്ല. അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് നേരത്തെ കയറി ചെല്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം സ്പീഡിൽ പണി ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഗൈസ് എൻ്റെ വ്ളോഗിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം ഞാൻ ക്യാമറയിലൊന്നും എടുത്തിട്ടില്ല. അതാണ് യഥാർത്ഥമായ സത്യം. അടുത്ത മാരകമായ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കയറില്ല കേട്ടോ. എന്താ പറയുക, ഒരു മല കയറി ഫീലാണ് ഗൈസ്. ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അത്രയും ഉണ്ട് സ്റ്റെപ്പ്. നമ്മൾ 4ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി എത്തുമ്പോഴത്തേനും അത്യാവശ്യം ടയേർഡാവും കേട്ടോ. പിന്നെ പഞ്ചിങ് ആണ്. അപ്പോഴത്തേനും ഇവരൊന്ന് നേരത്തെ എത്തി കേട്ടോ. ഞാനൊന്ന് നേരത്തെ എത്തി സ്റ്റൈലാക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല ഗൈസ്. അപ്പോഴത്തേനും ഇന്ന് ഇവർ നേരത്തെ എത്തി. ഷിഫാനൊക്കെ ഒരു കൊറിയർ വന്നിരുന്നു കേട്ടോ. ഈ കായിൻ്റെ ലിപ് ഗ്ലോസ് തന്നെ. അത് ഒരു തരം PH ഷെയ്ഡ്, അതായത് നമ്മൾ ലിപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുടച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്പിൻ്റെ കളറാകും. അങ്ങനെ ഗൈസ് ഞാനും ടെസ്റ്റ് ചെയ്യാൻ നോക്കി. എന്താ ലിപ്പിൻ്റെ കളർ നോക്കല്ലോ. അപ്പോൾ ഞാനിട്ടപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു തരം പിങ്ക് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത്ര ലൈക്കായില്ല കേട്ടോ. അത് തുടച്ച് മാറ്റിയപ്പോഴുള്ള എനിക്ക് ആ ഭംഗിയില്ല. പക്ഷെ അതിങ്ങനെ ജസ്റ്റ് ലിപ്പിലിട്ടിട്ട് വൈപ്പ് ചെയ്യാണ്ട് നിൽക്കുമ്പം അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലിപ്പിലിട്ടിരിക്കണം തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇനി ഞാൻ വൈപ്പ് ചെയ്യാൻ വേണ്ടി ഷിഫാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഗൈസ് ലിപ്പിൽ വൈപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കളർ. ആ ലിപ് ഗ്ലോസിനെ കുറിച്ചുള്ള പിന്നെ ചർച്ചകളായിരുന്നു ഗൈസ്. അങ്ങനെ 4 പേരും ഇങ്ങനെ ഇട്ടോക്കി എന്താ കളർ മാറാൻ ലിപ്പിൻ്റെ PH നോക്കി. പക്ഷെ പലർക്കും പല കളറാട്ടോ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കത്തിയടിക്കലായിരുന്നു അവിടെ നടന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ കുറച്ച് നേരം ടൈമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 1 മണി എന്ന സമയമുണ്ടെങ്കിൽ നമുക്കത് ഫുഡ് കഴിക്കാനുള്ളതാണ് ഗൈസ്. ഷിഫാൻ്റെ അന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല. കുറ്റിച്ചേർ ബിരിയാണി ആയിരുന്നു അവൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ മൂപ്പര് കുറച്ച് ലേറ്റ് ആയിക്കണം. എന്നാലും ആ സമയം എത്തിട്ടോ. പക്ഷേ എനിക്കത് ബീഫ് ബിരിയാണി എന്നറിയില്ലേനു കേട്ടോ. ഞാൻ അത് കുറച്ചെടുത്ത്, പക്ഷെ അത് ബീഫ് ബിരിയാണി ഒന്നും മനസ്സിലാവണില്ല. കുറച്ചെടുത്ത് തിന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചു ഇത് എന്ത് ബിരിയാണിയാണ്. അപ്പോഴാണ് കുട്ടി പറഞ്ഞത് ബീഫാണ്. ഞാനാണ് ഈ ബീഫ് കഴിക്കില്ല ഗൈസ്. ഞാനപ്പോൾ തന്നെ മോളെ കഴിച്ചു എന്നോട് കൊടുത്ത്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 25 ആ നേരം കുറച്ച് റിലാക്സ് ചെയ്തിട്ട് എന്നീ പരിപാടി കണ്ടി അത് കഴിഞ്ഞ് വരും. പിന്നെ ഇവർക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് ഉണ്ടായതുകൊണ്ട് നബീലയും സാറും കൂടി എല്ലാം പിന്നെ സെറ്റ് ചെയ്യണം. ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ലൈറ്റിങ്ങും അതൊക്കെ ആയിട്ട് പിന്നെ ക്യാമറ ഇങ്ങനെ ഓരോന്ന് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സമയത്ത് അപ്പുറത്ത് വർക്കും നടക്കുന്നുണ്ടാവും കാര്യമായിട്ട്. ഞാൻ ഗൈസ് ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ വന്ന് നോക്കി എന്താ എൻ്റെ അവസ്ഥ എന്നപ്പോഴാണ് ഇത്രയും ഒരു കോമഡി ഉണ്ട് ഗൈസ്. കാരണം സ്റ്റുഡിയോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സ്റ്റുഡിയോ ഒക്കെ ഫുൾ അലങ്കല്ലായിരുന്നു. അങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് മീൻസ് ഓരോ ഇത് ഷൂട്ട് വരുമ്പോൾ അതിനനുസരിച്ച് സ്റ്റുഡിയോ ഒന്ന് സെറ്റ് ചെയ്യും. അവിടെ ആണെങ്കിൽ അവിടെ അങ്ങനെ ഒന്ന് മെയിനായിട്ട് ഷിഫാനേൻ്റെയും ചേച്ചീൻ്റെയും വീഡിയോ എടുക്കലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നാകുമ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ടാണ് വീഡിയോ എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് മീൻസ് തംബ്നെയിലിലുള്ള പിക്കെടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പുറത്ത് നിന്ന് കേൾക്കും. ചിലപ്പം ഷൂട്ട് അടക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ശബ്ദം കേൾക്കുന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞു ഗൈസ്, നമുക്കിനി പോണ്ടേ. അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് ഗൈസ് ഐശക്കുട്ടി. ഞാൻ നിൽക്കുന്ന അവിടുത്തെ മോളാണ്. ആൻഡ് എന്നെ കണ്ടപ്പോൾ ഓടി വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാളും എന്നെ കൂട്ടാൻ വേണ്ടി ഒരാളിങ്ങി വന്നല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി വീട്ടിലേക്ക് പോകാനുണ്ട്. ഞാൻ ഓൾറെഡി പിന്നെ അയലമേൽ ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ അതൊക്കെ എടുത്തു കഴിഞ്ഞു ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.